ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ രാവിലത്തെ ഒരു വ്യൂ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ പുറകെ ആ, നമുക്ക് സെക്കൻഡ് വീഡിയോ പാർട്ട് 2 വരുന്നുണ്ട്, അതും കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ പ്രോഫിറ്റ് ഷെയർ 10 രൂപ. വേറെ ഇനി പുറകെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരാനായിട്ടുണ്ട്. ബാക്കി പുറകെ വരുന്നതനുസരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ രാവിലത്തെ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയവരാണ്, നിർത്തിയവരാണ് അയച്ചു തന്നിരിക്കുന്നത്. ബാക്കി ഹോൾഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പ്രോഫിറ്റൊക്കെ ആദ്യമേ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെജോറിറ്റി പാർട്ട് 3 ആയിരിക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് നിങ്ങൾ കാണണം. ഇത് ഡയറക്ഷണൽ ട്രേഡിംഗ് വ്യൂ ആണ്. രണ്ടാമത്തെ പാർട്ട് പക്ക ആവറേജിങ്ങാണ്. ലോസ് വന്നാൽ ടെൻഷൻ അടിക്കുക, അതായത് ഒരുപാട് ടെൻഷൻ അടിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ അതും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം. നമുക്ക് മുമ്പോട്ട് പോകാം. സമയം 8:50 ആയിട്ടുള്ളൂ. നമ്മൾ ഒരു പ്ലാനിങ് ആദ്യമേ അങ്ങ് തയ്യാറാക്കി വെച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതനുസരിച്ചിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ. സാധാരണ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് വ്യൂ അനലൈസിങ് തുടങ്ങുന്നത് തന്നെ. പക്ഷേ ഇന്ന് അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു പ്ലാനിങ് ഇങ്ങനെയൊക്കെ ആവാം ഇന്നത്തെ ട്രേഡിങ് രീതികളെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയി ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ആണോ, എത്ര പോയിൻ്റാണ് അപ്പ് ഡൗൺ ആയി നിൽക്കുന്നത് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ഓൾറെഡി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 38 പോയിൻ്റാണ് മൈനസ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ബോക്സ് ഓൾറെഡി നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് ആ ബോക്സ് വരച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. പ്രീവിയസ് ഡേയുടെ ലോയും അതിൻ്റെ ടോപ്പിൽ 24,241 ആ ഒരു ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ബോക്സ് വരച്ച് വെച്ചത്. അപ്പോൾ 38 പോയിൻ്റാണ് മാർക്കറ്റിൽ ഡൗൺ ആയിരിക്കണേ. 24,320 24,320 മൈനസ് 38 പോയിൻ്റ്, 38 അല്ലേ, 38 പോയിൻ്റ്. അപ്പോൾ 24,282. അപ്പോൾ 24,246 ഞാൻ ലോ വെച്ചിരിക്കുന്ന നിലവിൽ. അപ്പം അതിനു മുമ്പ് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. 252 ഭാഗത്തൊക്കെ ഒരു വൈറ്റ് ഡോട്ട്, ഒരു യെല്ലോ ലൈൻ്റെ ബോട്ടം, അങ്ങനെ പിന്നെ അതേപോലെ ഇവിടുത്തെ ഒരു യെല്ലോ ലൈൻ്റെ ബ്ലൂ ബോട്ടം, ഇത്രയും കാര്യങ്ങളൊക്കെ ജോയിൻ്റ് ആയിട്ട് വരുന്ന ലെവലാണ്. അപ്പോൾ നമുക്ക് ആ ബോക്സിൻ്റെ അളവ് കുറച്ചും കൂടെ ഒന്ന് പൊക്കാം. ഏകദേശം ഈ ഒരു ലെവലിലായിരിക്കും പൊക്കണത്. അപ്പോൾ ഈ ബോക്സിനകത്തേക്ക് അപ്പോൾ ആദ്യം ചിലപ്പോൾ ഒരു വിക്ക് വന്നിട്ട് ഈ ബോക്സിൽ അടിക്കാം. ഇപ്പോൾ വന്നേക്കണ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 38 പോയിൻ്റിൽ നിന്ന് വരാൻ കാര്യം ഇവിടുത്തെ ഒരു ലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു റെഡ് ലൈൻ, അതായത് 24,290 ലെവലിലാണ്. അപ്പോൾ അവിടെ ഒന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് തിരിച്ചൊന്ന് മുകളിലോട്ട് വന്നേക്കാം. ദെൻ മാർക്കറ്റ് ആദ്യത്തെ 50 മിനിറ്റ്സിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. കാരണം RSI ഒരു ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. ആ ക്രോസ് ഓവർ താഴത്തേക്കാണോ അതോ അത് റീക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുമോ എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സിനുള്ളിലേക്ക് കടന്നാൽ ബോക്സിൻ്റെ ലോവർ ലെവലിലേക്കുള്ള ഏകദേശം ഒരു മൂവ്മെൻറ്റും അത് ബ്രേക്ക് ചെയ്താൽ 24,133 അല്ലാതെ ഈ ബോക്സ് റിവേഴ്സായി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്, അതേപോലെ 24,313 24,379 ലെവലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഇന്ന് വരാനായിട്ടുള്ള പോസിബിലിറ്റി. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് എന്തായാലും സെലക്ട് ചെയ്യാം. 200 ഇന്നലത്തെ ആ ഒരു സ്ട്രൈക്ക് തന്നെ മതിയുന്നു. 5 മിനിറ്റിൽ കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ 38 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇതിന് താഴത്തോട്ട് പോകാൻ പാടില്ല. 186 താഴത്തോട്ട് മാർക്കറ്റ് പോകാനായിട്ട് പാടില്ല. അതൊരു എന്താ പറയണ്ടേ, ഡബിൾ ബോട്ടമാണ്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് നല്ല രീതിയിൽ ഫാൾ ആയാലും
തിരിച്ച് ഒരു റീടെസ്റ്റിന് വേണ്ടി മുകളിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇൻ കേസ് നമ്മളിവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സി എടുത്താലും ഒന്ന് ഡൗൺ ആയിട്ട് തിരിച്ച് 186 ഒരു റീടെസ്റ്റിന് വരാനായിട്ടുള്ള പോസിബിലിറ്റി നിലവിലുണ്ട്. അത് നമ്മളുടെ മൈൻഡിൽ എന്തായാലും വെക്കുക. അപ്പോൾ 24,200 സി ആണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ പിയിൽ നമുക്ക് സ്ട്രൈക്ക് കുറച്ചും കൂടെ ഡെൽറ്റ വാല്യൂ നോക്കിയതും റേറ്റ് കുറഞ്ഞതും നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. 24,500 പി ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5 മിനിറ്റിൽ മാർക്കറ്റ് ഇപ്പോഴും ഡൗൺ സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ ക്രോസ് ഓവർ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ സീഡ് അപ്പം എവിടം വരെ പോകാം? ഇന്നലെ ഒരു സ്ഥലത്ത് മാർക്കറ്റ് പോകാൻ മിച്ചമിട്ടിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് ആദ്യം പോകണം. 233 മാർക്കറ്റ് പോകാൻ പോകുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 233 245 ഒരു കൺസോളിഡേഷനാണ്. അപ്പോൾ പിയുടെ മൂവ്മെൻറ്റ് 220 മുകളിൽ സ്റ്റേബിളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂവ് 233 രണ്ടാമത്തെ ഒരു മൂവ് 245 വരാം. പിന്നെ അവിടുത്തെ കൺസോളിഡേഷന് ശേഷമായിരിക്കും മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് അപ്പ് ആവണോ അതോ അവിടെ നിന്ന് തിരിച്ച് ഡൗൺ ആവണോ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ഈ 186 താഴത്തോട്ട് സി ഡൗൺ ആവണമെന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് നിലവിൽ വരാനായിട്ടുള്ളത്. അപ്പോൾ സിയുടെ ഏകദേശം ഒരു ടാർഗറ്റ് ലെവൽ നമുക്ക് ഏതാ വെക്കാൻ പറ്റണേ? 285 സിയുടെ ടാർഗറ്റും നമുക്ക് മനസ്സിൽ കണക്ക് കൂട്ടാം. കാരണം ഈ RSI മേളിൽ പോയി തിരിച്ച് താഴത്തോട്ട് വന്നിട്ട് റിവേഴ്സ് ആയാലും സാധനം കയറിപ്പോവും. അപ്പോൾ ഈ 186 നമ്മുടെ ഇൻഡെക്സ് ആണെങ്കിൽ ഓക്കെ, കറക്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ അവിടെ എടുക്കും. പക്ഷേ സ്ട്രൈക്കിനെ സംബന്ധിച്ച് ഡെൽറ്റ വാല്യൂവിൽ വ്യത്യാസം വന്നാൽ ഇൻഡെക്സിൽ ലോവർ എടുക്കുന്ന സമയത്ത് സ്ട്രൈക്ക് ചിലപ്പോൾ 140 ആയിരിക്കും നിൽക്കുന്നത്. ഡെൽറ്റ വാല്യൂവിൻ്റെ വ്യത്യാസത്തിൽ ചെറിയ ഡൗണൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് സിയിൽ എവിടെ നിന്ന് റിവേഴ്സ് ആയാലും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 186, സെക്കൻഡ് ടാർഗറ്റ് 210 217, ഫൈനൽ ടാർഗറ്റ് 285 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പിയുടെ മൂവ്മെൻറ്റ് ഏതാ? പിയുടെ ടാർഗറ്റ് ലെവൽ 245, അത് കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവപ്പ് ആയി കഴിഞ്ഞാൽ 290. ഇപ്പം ഇന്ന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന സിസ്റ്റം ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. കാരണം ഒരു ക്രോസ് ഓവർ ലെവലിൽ നിൽക്കുന്ന കാരണം എന്താ പറയണ്ടേ, ഒരു സേഫ് മൂവ്മെൻറ്റ്, മാർക്കറ്റ് കറക്റ്റായിട്ട് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു ബൈ എടുത്തിട്ടു. സിയിൽ ഒരു സപ്പോർട്ടിൽ ഒരു ബൈ അവിടെ എടുത്ത് ആവറേജിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ഇട്ടിരിക്കണേ. അപ്പോൾ പിയുടെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കണം? പിയിലും ഒരു ബൈ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും എടുത്തിട്ട് ഹെഡ്ജ് ചെയ്ത്, അപ്പോൾ ആദ്യത്തെ കൺസോളിഡേഷൻ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 245 പിയിലേക്കൊരു മൂവ്മെൻറ്റ് പോകാം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 245 കൺസോളിഡേഷൻ സോണിലേക്ക് ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് പോകാം. 240-45 റെസിസ്റ്റൻറ്റ് ലെവലുണ്ട്. അപ്പം ഞാനിപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നത്, ഞാൻ രണ്ടും എടുത്ത് വെച്ചേക്കുക. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ക്രോസ് ഓവർ ഏത് ലെവലിലേക്കാണ് പോകണമെന്ന് അറിയാനായിട്ട് റീക്രോസ് ഓവറോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ഡൗട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമുക്കിങ്ങനെ രണ്ടും എടുത്ത് വെക്കാം. അപ്പോൾ 250 എന്നുള്ള ലെവല് പിയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. 250 എന്നുള്ള ലെവല് പിയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് വേറൊരു വേ ഓഫ് മെത്തേഡാണ്. അപ്പോൾ പിയിലാണ് നമ്മൾ 245 ഭാഗത്തേക്ക് ആദ്യം ഒരു മൂവ് കൺസോളിഡേഷൻ സോണിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സിംഗിളായിട്ട് എടുക്കണമെങ്കിൽ സിംഗിളായിട്ട് എടുക്കാം, ഡബിളായിട്ട് എടുക്കണമെങ്കിൽ ഡബിളായിട്ട് എടുക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിയിൽ 250 ഓൾറെഡി മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 245 മൂവ്മെൻറ്റ് ഓൾറെഡി റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 233 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 245 ഭാഗത്തേക്ക് പിയിൽ മുട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അത് ഓൾറെഡി 244 വരെ എത്തിയിട്ടുണ്ട്.
അത് 250 റെസിസ്റ്റൻറ്റ് പോയിന്റ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയും ട്രേഡ് എടുക്കാം, ലാഭമില്ല നഷ്ടമില്ല ടെൻഷനും ഇല്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് വേറൊരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിയിലേക്ക്. 245 കൺസോൾട്ടേഷൻ സോണിലേക്കും പ്രീവിയസ് ഡേയുടെ ഒരു ഹൈ ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ പി മുട്ടാനായിട്ട് മിച്ചം വെച്ച ലെവലിലേക്കാണ് മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്ത്. അപ്പോൾ 200 എത്ര വരെ പോയിട്ടുണ്ട്, 249.10 വരെ മാർക്കറ്റ് നിലവിൽ പോയിട്ടുള്ളൂ. അപ്പോൾ അത് 245 വരെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നിലവിൽ സിയുടെ ക്യാൻഡിലിൻ്റെ റിവേഴ്സൽ എന്തായാലും വരാൻ കിടപ്പുണ്ട്. അത് ആ രീതിക്ക് വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പം ഞാൻ ചെയ്ത പ്രകാരം എന്നാലോചിച്ച് വയ്ക്കുക, ഞാൻ 245 ഭാഗത്ത് മുട്ടിയപ്പോൾ പി എക്സിറ്റ് ചെയ്തു. പിന്നെ നേരെ സി തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രോഫിറ്റാണ്. അത് ആവറേജ് ചെയ്ത് നമുക്കൊരു 5 പോയിൻ്റ് കയറിക്കഴിഞ്ഞാൽ 10 പോയിൻറ്റിൻ്റെ ഗുണം ചെയ്യും. ഇത് ആവറേജിങ്ങിൻ്റെ വേറൊരു മെത്തേഡാണ്. വൺ സൈഡ് മാർക്കറ്റ് എടുക്കാതെ ഹെഡ്ജ് ചെയ്ത്. അപ്പോൾ ഹെഡ്ജ് ചെയ്ത് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റിൽ എന്ത് ചെയ്യും, ഒരു ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ 2 ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ മുഴുവൻ പിയിലെടുക്കും എന്ന് വിചാരിച്ചോ. ഒരു 1000 രൂപ കിട്ടി. 1000 രൂപ കിട്ടിക്കഴിയുമ്പോൾ അടുത്തൊരു ക്രോസ് ഓവർ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, സി എന്ത് ചെയ്യും, സിയിൽ ആവറേജ് ചെയ്തിട്ട് ഒരു 500 രൂപ ലോസ്. അപ്പോൾ 1000 രൂപ ലോസിലാണ് സി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതൊരു 1000 രൂപയിലേക്ക് മൈനസ് 500 രൂപ മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യും, അത് തിരിച്ചു പിടിക്കും. അപ്പോൾ നമ്മൾ എന്താണ് പിന്നെയും സി പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 250 ഭാഗത്ത് 249.10 മാർക്കറ്റ് നിലവിൽ അവിടെ ഇട്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ആ 250 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 258 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 3 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 5 മിനിറ്റിൻ്റെ 3 ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ആദ്യത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ബ്രേക്കൗട്ട് 246 എഗെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ 250 എന്നുള്ള ലെവലും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 258 പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴും ഏത് ഡയറക്ഷനിലേക്കാണെന്നുള്ളൊരു തീരുമാനം മാർക്കറ്റിൽ നമുക്ക് ആയിട്ടില്ല. കാരണം ക്രോസ് ഓവർ ഇങ്ങനെ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്ത് സിയിൽ തിരിച്ചെന്തായ അവസ്ഥ, മറ്റേത് ഞാൻ എക്സിറ്റ് ചെയ്തില്ല, അത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ. സിയിൽ നോക്കിയേ 563 രൂപ സിംഗിൾ ലോട്ടിൽ SMA മുട്ടി കണ്ടോ, 563 രൂപ SMA മുട്ടി. അപ്പോൾ മറ്റേതിൽ എന്തായ അവസ്ഥ, 21.667, 218, 223, 225. ഓക്കെ, ക്ലോസ്. അതെന്താണ് നമ്മൾ രണ്ടെണ്ണം ഹെഡ്ജ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 186 മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ സി എടുത്തതിൻ്റെ റീസൺ. RSI ക്രോസ് ഓവർ ഏത് നിമിഷവും തിരിയാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചിരുന്നതിൻ്റെ ഇടയിൽ എനിക്കിവിടെ ഇറങ്ങാൻ പറ്റിയില്ല, ആ പിയിൽ ഇറങ്ങാനായിട്ട് പറ്റിയില്ല. അല്ലെങ്കിൽ ആ 246 എന്നുള്ള ഭാഗത്ത് ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് 245 ഭാഗത്ത് ഇറങ്ങിയിട്ട് ഇത് അവിടെ നിന്ന് താഴത്തുനിന്ന് ഒറ്റക്കായിരുന്നെങ്കിൽ ഇതൊക്കെ പോസിബിളാണ്. സ്റ്റിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് പറയണം, ഇതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങൾ നോക്കണം എന്ന് പറയുന്നതുകൊണ്ടാണ് ക്വിക്കായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്നാലും നമ്മളിവിടെ ടെൻഷൻ ഇല്ലാതെയാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത്. പിയിലേക്കുള്ള മൂവ്മെൻറ്റ് ഇനിയും വരാൻ പോസിബിലിറ്റി ഉണ്ട്. കാരണം നിലവിൽ സിയുടെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാപ്പാക്കുന്ന പരിപാടിയാണ് കാണുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ആദ്യത്തെ 15 മിനിറ്റ് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞത്. നിലവിലുള്ള പിയുടെ ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ മറ്റേത് എന്ത് ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് സിയുടെ പ്രോഫിറ്റ് എടുത്ത് പരിപാടി ഓക്കെ ആക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. അല്ലാതെ കുറേ എന്താണ് ചാർട്ട് പാറ്റേണോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളോ ഒന്നും പഠിച്ചു വെച്ചിട്ട് കാര്യങ്ങളില്ല. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, പി എന്തായാലും തിരിച്ചു വരും.
കാരണം 249 250 ലെവൽ ഓൾറെഡി മിച്ചം ഇട്ടിട്ടുണ്ട്. ഇത് ആളുകളെ പൊട്ടനാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ എക്സിറ്റായ സി കറക്റ്റായിട്ട് എക്സിറ്റ് ആയിട്ട് ആ പി അഗെയിൻ എടുത്താലും മാർക്കറ്റ് തിരിച്ച് മൂവ് ചെയ്യും. എന്തുകൊണ്ടാണ്? 250 249.10 മാർക്കറ്റ് മിച്ചം ഇട്ടിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് സിയിൽ എക്സിറ്റ് ആയതെന്ന് വെച്ചാൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് കറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം സിയിൽ കറക്റ്റ് ചെയ്തില്ല, രണ്ടാമത് പിയിൽ കറക്റ്റ് ചെയ്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? സിയിലെടുത്തു, അത് ടോപ്പ് എഡ്ജിൽ പോയി ഇടിച്ചു. അതായത് ഈ ഒരു ബേസ് വെച്ചിട്ട് 217 എക്സിറ്റ് ചെയ്തു. നേരെ തിരിച്ച് താഴത്തുനിന്ന് പി എടുത്താലും പി പ്രോഫിറ്റാണ്. അപ്പോൾ രണ്ടിൽ നിന്നും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? RSI ഒരു ഇൻഡിസിഷൻ ഏരിയയിലും ഒരു എന്താ പറയുക അടുത്ത ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന ഏരിയയിൽ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ പിയിൽ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഈ പി കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകാം? 259 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാം. എന്തായാലും 250ൻ്റെ ഭാഗത്ത് 249.10 മിച്ചം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും. അത് നമ്മൾ മുമ്പ് പലതവണ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ട്രേഡ് ചെയ്യാം. രണ്ടെണ്ണം എടുക്കാം, ഒരേ ടൈമിൽ രണ്ടെണ്ണം എടുക്കാം. ഒരെണ്ണം പ്രോഫിറ്റ് ആകുമ്പോഴത്തേക്കും RSIയുടെ ക്രോസ് ഓവർ നോക്കി അത് എക്സിറ്റ് ആയിട്ട് മറ്റേത് ആവറേജ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് ആക്കാൻ പറ്റും. ഇതൊക്കെ ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള കൊച്ചു കൊച്ചു പരിപാടികളാണ്. ഹെഡ്ജ് ചെയ്തുകൊണ്ട് എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് 250ലേക്ക് തിരിച്ചു വരണം. അതിനു മുമ്പ് സിയുടെ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് പോയതാണ്. അത് നമ്മൾ ഓൾറെഡി കറക്റ്റായിട്ട് ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കാരണം കറക്റ്റായിട്ട് എക്സിറ്റായി. അവിടെ ഞാൻ 999 കിട്ടിയപ്പോൾ 1 രൂപയും കൂടെ കിട്ടി 1000 കിട്ടണമെന്നോ അല്ലെങ്കിൽ 748 കിട്ടിയപ്പോൾ 2 രൂപയും കൂടെ ചേർത്ത് 750 കിട്ടണമെന്നോ അങ്ങനെയുള്ള ഒരു വാശിയും എനിക്ക് ഉണ്ടായിട്ടില്ല. ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ആ ഒരു ജസ്റ്റ് ഒരു 1 മിനിറ്റ് മുമ്പ്, അതായത് ക്യാൻഡിൽ സെറ്റിൽ ആവണതിന് 1 മിനിറ്റ് മുമ്പ് അവിടെ എക്സിറ്റായി. ദെൻ അഗെയിൻ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തു. ഇപ്പോൾ രണ്ടും കൂടെ നോക്കിയാലും ലാഭമല്ലേ. സിയും പിയും കൂടെ മാറി മാറി 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു സിയിലും 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു പിയിലും എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആലോചിക്കാനുള്ള ടൈമൊന്നും ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. 245 നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ 250 ബ്രേക്ക് ചെയ്താൽ 258ലേക്കായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ്. അപ്പം നമ്മൾ എൻ്റെ ഡ്യൂട്ടി പരിപാടിയൊക്കെ ഓൾറെഡി കഴിഞ്ഞു. 5 മിനിറ്റിൻ്റെ 9:20 ആയപ്പോഴത്തേക്കും നമ്മൾ 21 പോയിൻ്റ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്യാൻഡിലും പറഞ്ഞു വെച്ചിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെക്കണം. ഈ ഒരു സിയുടെ ക്യാൻഡിൽ സപ്പോർട്ടിൽ നിന്ന് കയറിപ്പോയേനെ, പക്ഷേ എന്തുകൊണ്ടാണ് അത് കയറിപ്പോകാഞ്ഞതെന്ന് വെച്ചാൽ 254 255 വരെ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് കയറിപ്പോകാഞ്ഞതെന്ന് വെച്ചാൽ നോർമലായിട്ടൊരു ട്രേഡ് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു പിൻബാർ കാണുമ്പോൾ സീലെടുക്കും. പക്ഷേ ആ റിവേഴ്സായി ക്യാൻഡിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞും വെച്ചിട്ടുണ്ട്. പിയിൽ 250ൻ്റെ താഴത്ത് 249.10 മിച്ചം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് ക്യാൻഡിൽ നമ്മളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സി എക്സിറ്റ് ചെയ്തു, ഓപ്പോസിറ്റ് പി എടുത്തു. ആ പിയുടേത് ലെവല് 259 നമ്മൾ പറഞ്ഞിരിക്കുന്ന ലെവല്. 259 മാർക്കറ്റ് 260 265 ലെവല് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. RSI പിയിലേക്ക് ഡൈവർജൻസ് ആയി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ മൂവ്മെൻ്റൊക്കെ എവിടം വരെ പോകാം? നമ്മൾ 245 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 290 290 മുമ്പിൽ 275 ഒരു കൺസോളിഡേഷൻ സോണുണ്ട്. ആ സോണും കൂടെ ഒന്ന് വൈറ്റ് ഡോട്ട് ഉണ്ട്, അതും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും 290 ബ്രേക്ക് ചെയ്താൽ 330 ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണേ. എന്നാലും ആവശ്യത്തിൽ കൂടുതൽ പോയിന്റ് നമുക്കായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇൻഡെക്സിൽ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യണത്? എനിക്കൊരു ചാർട്ടും കൂടി ഇപ്പുറത്ത് ഓൾറെഡി ഉണ്ട് കേട്ടോ. ആദ്യമേ തന്നെ മാർക്കറ്റ് 9:30 ക്യാൻഡിൽ നിലവിലെ ലോ ബ്രേക്ക് ചെയ്താൽ ഈ ബോക്സിൻ്റെ ടോപ്പ് ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മുട്ടണേ. 15 മിനിറ്റ്സിലും RSI ഓൾറെഡി ഡൗണിലേക്ക് ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഒരു പരിധി കൂടുതലൊന്നും പി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പം ഇങ്ങനെ പേടിക്കാതെ ഒരു ട്രേഡ് എടുക്കാനായിട്ട് ഇതൊക്കെ നല്ലതാണ്. പക്ഷെ അത് എപ്പോഴും അപ്ലൈ ആവില്ല. ഞാൻ മാക്സിമം അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇന്നൊന്ന് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സിയിൽ മൂവ്മെൻറ്റ് വരും, വലിയ മൂവ്മെൻ്റ് ഒന്നും പിയിൽ പോകാൻ പോകണില്ല. കാരണം ഇവിടെ എന്താ ചെയ്തിരിക്കണേ, അടുത്ത സിയുടെ ക്യാൻഡിലിന് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലിൽ തിരിച്ച് സിയും, അതായത് സിക്കാരുടെയും സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തു, പിക്കാരുടെയും സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തു. മനസ്സിലായോ? പിന്നെ നമ്മൾ പറഞ്ഞത് ഡെൽറ്റ വാല്യൂ ബേസ് ചെയ്തിട്ട് 140 വരെയൊക്കെ മാർക്കറ്റ് ഇറങ്ങാം എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 275 കൺസോൾട്ടേഷനാണ്, അവിടെയാണ് മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. നിലവിലുള്ള സി ക്യാൻഡലിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 9:30 ക്യാൻഡലിൽ ഒരു തിരിച്ചുപോക്ക് 186 മുകളിലോട്ട് പോയാൽ പിന്നെ സിയിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസ്. ഓരോ ക്യാൻഡലിലും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്കാൽപ്പ് ചെയ്ത് പോയിൻ്റ് എടുക്കുന്നതിൻ്റെ റീസൺ. ആലോചിച്ച് നിൽക്കാനുള്ള സമയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഉടനെ ഒന്നും സി നോക്കണമെന്നില്ല. ഒരു RSI ക്രോസ് ഓവർ 50% ക്രോസ് ഓവർ ആയാൽ നോക്കാം, ഇല്ലെങ്കിൽ താഴത്ത് പോയിട്ട് ക്രോസ് ഓവർ ആയിക്കഴിഞ്ഞാൽ പി നോക്കിയാൽ മതി. 275 കൺസോളിഡേഷൻ സോണാണ്. അപ്പോൾ എഗെയിൻ നമ്മൾ 245 നിന്ന് എടുത്താലും 35 പോയിൻ്റ് ഈസി ആയിട്ട് പിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ 250 നിന്നപ്പോഴേ നമ്മൾ പറഞ്ഞാണ് മാർക്കറ്റ് തിരിച്ച് 250 ക്ലിയർ ചെയ്യാനായിട്ട് എന്തായാലും വരും. സി കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്തു, ഉടനെ തന്നെ പിയിൽ കയറിയാലും നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. കൺസോളിഡേഷൻ ട്രാപ്പിംഗ് ടൈമിൽ അത് ട്രാപ്പാണ് ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ക്യാൻഡിൽ വൈസ് നമുക്ക് പറഞ്ഞു തരും. അത് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള നോളജ് ഉണ്ടാക്കി എടുത്താൽ മതി. ഇവിടെ ഒരു IVO അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അനലൈസോ ന്യൂസോ ഒരു കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല. ക്യാൻഡിൽ നമ്മളോട് ചില കാര്യങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിച്ചു, അത് നമ്മൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് സിയിൽ ഒരു റിവേഴ്സൽ 187 ഭാഗത്തേക്ക് ഉണ്ടാവാം. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 0.5% റിവേഴ്സ് ആയി കഴിഞ്ഞാൽ മെജോറിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ 30 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ RSIയിൽ വന്നിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ 0.5%-ലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഓരോ ക്യാൻഡിലും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നതിൻ്റെ റീസൺ ഇതാണ്. നമുക്ക് ഇനി പറഞ്ഞത് സിയിൽ റിവേഴ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. RSI താഴത്തോട്ടായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ. അപ്പോൾ അത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഒട്ടുമിക്ക വൺ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് സിംഗിൾ ചാർട്ട് സിയുടെയോ അല്ലെങ്കിൽ സിംഗിൾ ചാർട്ട് പിയുടെയോ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ ചാർട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ടോ വെച്ച് ട്രേഡ് എടുക്കുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലോട്ടൊക്കെ വെച്ച് ധൈര്യമില്ലാതെ ഞാൻ ഏത് ട്രേഡ് എടുത്താലും 10 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ ഞാൻ ഏത് ട്രേഡ് എടുത്താലും 15 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ ട്രേഡ് ചെയ്ത കംപ്ലീറ്റ് ആൾക്കാരുടെ ക്യാഷ് രണ്ട് സൈഡിലും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും മൂവ്മെൻ്റ് എടുത്തിട്ടുണ്ട്. സിയിലും എടുത്തു, കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്തു, പിയിലും നമ്മൾ കറക്റ്റായിട്ട് എൻട്രി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റിൻ്റെ ഈ ഒരു ക്യാൻഡിലെ ഫുൾ മൂവ്മെൻറ്റും 5 മിനിറ്റിൻ്റെ ഈ ഒരു ക്യാൻഡിലെ ഫുൾ മൂവ്മെൻറ്റും, ഇത് റെഡ് ക്യാൻഡിലാണ്. ആ റെഡ് ക്യാൻഡിലെ സിയുടെ റെഡ് ക്യാൻഡിലെ ഹൈ ആണ് നമ്മൾ പ്രോഫിറ്റ് ആക്കി എടുത്തതെന്ന് ആലോചിക്കണം. നമ്മൾ ഗ്രീൻ ക്യാൻഡിലല്ല പ്രോഫിറ്റ് എടുത്തത്. ക്ലോസ് ചെയ്തപ്പോൾ റെഡ് ക്യാൻഡിലായിരുന്ന ക്യാൻഡിലാണ് സിയിൽ പ്രോഫിറ്റ് എടുത്തതെന്നും നിലവിൽ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ അത് റിവേഴ്സായി, അതിലും നമ്മൾ മൂവ്മെൻ്റ് എടുത്തു. നോക്കിയേ, നമ്മൾ ഇനി RSI 0.5% മടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. 186 പ്രീവിയസ് ക്യാൻഡിൽ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സിയിലേക്കൊരു മൂവ്മെൻറ്റ് 186 ബ്രേക്ക് ചെയ്താലുണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ 275 ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്, അത് അവിടെ കൺസോൾട്ടേഷനോ റിജക്ഷനോ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇതിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടായിരിക്കും കുറച്ച് ആളുകളുടെയും കൂടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതിന് ശേഷമായിരിക്കും മാർക്കറ്റ് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവണേ. അതേപോലെ നമ്മൾ എന്താണ് പറഞ്ഞത്, ഈ ബോക്സിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ മാത്രമാണ് ഡൗൺ ആവത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ചെറിയൊരു മൂവ്മെൻ്റ് ആക്കി എടുക്കാം. RSI ക്രോസ് ഓവർ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. RSI ക്രോസ് ഓവർ, അതായത് ഒരു ക്രോസ് ഓവർ താഴത്തോട്ടാവാം, അല്ലെങ്കിൽ അത് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകാം. ഇപ്പോൾ 15 മിനിറ്റ്സിൽ മുകളിൽ മുട്ടാനായിട്ട് നിൽപ്പുണ്ട്.
ആ ഒരു മൂവ്മെൻറ്റ് എന്താവും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആ ക്യാൻഡിലേക്ക് എന്തുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ക്യാൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിവരം കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതായത് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത ഒരു പിൻ ബാർ, അതിൻ്റെ ഒപ്പത്തിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് വിക്കോട് കൂടി നിന്നു. ഓക്കെ, അതേ പോലത്തെ ക്യാൻഡിലാണ് ഇപ്പുറത്ത് വന്നിരിക്കണേ. ശ്രദ്ധിച്ചോ? ഒരു ക്യാൻഡിൽ, അത് കഴിഞ്ഞിട്ട് അതേപോലത്തെ ക്യാൻഡിൽ ഇപ്പുറത്ത് വന്നു. അതേ രീതിയിലുള്ള പെർഫോമൻസ് ആണ് അടുത്ത ക്യാൻഡിൽ കാണിച്ചിരിക്കണേ. പക്ഷെ അത് റെഡ് അല്ല, ഗ്രീൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും പെർഫോമൻസ് ഒരേപോലെ അല്ലേ 4 ക്യാൻഡിലിൻ്റെ? അപ്പോൾ ആ ക്യാൻഡിലിൻ്റെ ചിത്രരചന എങ്ങനെയാണ്? ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെയാണ് 4 ക്യാൻഡിൽ വന്നിരിക്കണേ. അതും മനസ്സിലാക്കിയിട്ടാണ് ഞാനൊരു എന്താ പറയണ്ടേ ചാർട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. നമ്മളൊരു വീട് പണിയുമ്പോൾ ഡിസൈൻ ചെയ്യുന്ന പോലെ അല്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ സ്കാൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവിടെ RSI ക്രോസ് ഓവർ ആയിട്ടില്ല. പിന്നെ നമ്മളത് 2 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും ഏകദേശം RSI ഇവിടെ ഉണ്ടോ 2 മിനിറ്റിൽ. ഇപ്പോൾ ഈ സ്ക്രീനിൽ 2 മിനിറ്റ് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് വേറെ സ്ക്രീനുകളുണ്ട്, അതിൽ RSIയുടെ ക്രോസ് ഓവർ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ പ്രീവിയസ് ക്യാൻഡിൽ ഹൈയിലേക്ക് റിവേഴ്സ് വരും എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. നമുക്ക് 186 കൺസോളിഡേഷൻ സോണാണ്. ഇതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇനിയൊരു സസ്റ്റെയിൻ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 202 ബ്രേക്ക് ചെയ്യണം. നമുക്ക് 186 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. 186 മുകളിൽ ക്യാൻഡിൽ ക്ലോസും ചെയ്യണം. 200 കൂടെ ബ്രേക്ക് ചെയ്താലാണ് ഒരു സസ്റ്റെയിൻ മൂവ് സീലായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതേപോലെ നമ്മൾ ഇപ്പുറത്ത് വരച്ചിരിക്കുന്ന 232 എന്നുള്ള കൺസോൾട്ടേഷൻ സോണും 187 എന്നുള്ള കൺസോൾട്ടേഷൻ സോണിലുമാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇനി ഒരു മൂവ്മെൻറ്റ് ഉള്ളത് 210 ബ്രേക്ക് ചെയ്ത് RSI നമുക്ക് 5 മിനിറ്റ് അനുകൂലമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ 285 എന്നുള്ള ലെവലിലേക്കും, സീല് അതേപോലെ തന്നെ 295 256 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പിയുടെ മൂവ്മെൻറ്റ് 285ലേക്കും ആയിരിക്കും അടുത്ത മൂവ്മെൻറ്റ്. RSIയിൽ തിരിച്ചു മടങ്ങിയിട്ടുണ്ട്, കാരണം പിയുടെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ അപ്പറിലേക്ക് നിൽക്കുന്ന കാരണമാണ്. സിയിൽ ഇനിയുള്ള മൂവ്മെൻറ്റിൽ ഇപ്പം 24,360 ഒരു SMA ഉണ്ട്. ആ SMA ഒന്ന് ടച്ച് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്താലാണ് അപ്പർ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ 5 മിനിറ്റിലാണ് SMA ടച്ച് ചെയ്തിരിക്കണേ, 15 മിനിറ്റ്സിൽ SMA ടച്ച് ചെയ്തിട്ടില്ല. ഇതൊരു കൺസോളിഡേഷൻ സോണാണ്. ഇതിന് പുറത്ത് ഫ്രീ ആയിട്ടൊരു മാർക്കറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മുകളിലോട്ട് വരുന്നത്. കാരണം ഇത് ഒരു വിധത്തിലാണ് മാർക്കറ്റ് താഴെ കൊണ്ട് സ്റ്റെപ്പായിട്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. അതിൽ എത്ര സ്റ്റെപ്പ് ഉണ്ട്? 1 2 3 4 5 സ്റ്റെപ്പ് ഉണ്ട്. ആ 5 സ്റ്റെപ്പിൽ അതിൻ്റെ ആവറേജ് കണക്ക് കൂട്ടുമ്പോഴത്തേക്കുള്ളൊരു ലെവല് 285 340 എന്നുള്ളൊരു ലെവല് മാർക്കറ്റിൽ നിൽപ്പുണ്ട്. അത് 5 സ്റ്റെപ്പ് ആകുമ്പോൾ 1/3 എന്ന് പറയുമ്പോൾ ഒരു 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പൊക്കെ ആയിട്ട് ഹൈ വോളിയം ക്യാൻഡിലിൽ ശരിക്കും മാർക്കറ്റ് 340 വരേണ്ടതാണ്. അതായത് ഈ നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കയറ്റുന്നൊരു സെനാരിയോ ഉണ്ട് നമ്മുടെ സ്ട്രാറ്റജിയിൽ, അതായത് 1 ബാർ തേർഡ് മൂവ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളെ മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ സിയും പിയും എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ മനസ്സും അടുപ്പിച്ച് അവരുടെ മൂവ്മെൻറ്റും അവരുടെ താളപ്പിഴകളൊക്കെ തെറ്റിച്ച് കഴിഞ്ഞിട്ട് വലിയ ആൾക്കാർ മാർക്കറ്റിൻ്റെ വഴിക്ക് കൊണ്ടുപോകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കണേ. അപ്പോൾ വലിയ വിക്കോട് കൂടിയിട്ടുള്ള ഒരു 10 മണിക്ക് മുമ്പ് ചറ ക്യാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ടെക്നിക്കലി ഞാൻ കണ്ടുവന്നിരിക്കുന്ന വെച്ചിട്ട് അതൊരു ബിഗ് മൂവ്മെൻറ്റിനുള്ള റാലിക്കുള്ള ചാൻസസ് ആണ് കാണുന്നത്. മെജോറിറ്റി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുവിധ ആൾക്കാരുടെയൊക്കെ കാര്യങ്ങൾ പോക്കറ്റ് കാലിയാക്കിയിട്ട് മുതലാളിമാർക്ക് റോട്ടിലൂടെ ഉല്ലസിച്ച് നടക്കാം. അപ്പം അങ്ങനെയുള്ള സെനാരിയോ ആണ് ഇന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ 290 340 ആയിരിക്കും സി നിൽക്കാനായിട്ട് പോണേ. അപ്പം സി 160 താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഫാൾ ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം 220 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്.
അവിടെ ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ സിംഗിൾ ക്യാൻഡിൽ 290 മാർക്കറ്റ് മൂവ് ചെയ്യാം. അപ്പം അതിനു മുമ്പ് ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നുള്ള പോലെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇനി ഏതിലാണോ ഉണ്ടാവുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. അതായത് സിയിലാണ് ഇനി സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നതെന്നുണ്ടെങ്കിൽ സിയിലായിരിക്കും മൂവ്മെൻറ്റ്. അത് സിംഗിൾ ക്യാൻഡിൽ 290 വരെ വരാം. 230 ആയിട്ടില്ല. ഈ ഒരു യെല്ലോ ലൈനും കൂടെ ബ്രേക്ക് ചെയ്ത് പോകണം. കാരണം 195 താഴെ PE ക്ലോസ് ആയി താഴത്തോട്ടും പോകണം. ഒരു ഫാൾസ് ബ്രേക്കൗട്ട്, അതായത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് സിയിലാവാം, മേ ബി പിയിലാവാം. ഇപ്പോൾ സിയിലാണ് നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്കോ, അതായത് നമുക്ക് ഈ 186 മുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം 195 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അത് ഡൗണിലേക്ക് വന്ന 165 ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് മാർക്കറ്റ് 82ലേക്ക് പോകത്തുള്ളൂ. അങ്ങനെ 82ലേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഇത് 290ലേക്ക് പോകത്തുള്ളൂ. പോട്ടെ 1/3 1/4 ആയിട്ട് മാർക്കറ്റ് 290 340 വരെ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ ഇപ്പോൾ നിവർത്തിയുള്ളൂ. കാരണം ഒറ്റയടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് ഒറ്റയടിക്ക് കയറി പോകണം. പതുക്കെ പതുക്കെ കയറി പോകുന്ന ചാൻസ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കയറി പോവുകയാണെങ്കിൽ 2 3 4 ക്യാൻഡിൽ സാധനം 340 എത്തണം. ഇപ്പോൾ 941 മാർക്കറ്റ് 195 താഴെ PE ക്ലോസ് ആയിട്ടുമില്ല. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെറിയൊരു അടുത്ത ക്യാൻഡിൽ ഒരു ലോ വന്നിട്ട് ഒരു ബിഗ് ബുൾ ഉണ്ടായാലും ചിലപ്പോൾ 10 മണിക്കൊരു ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യണമെന്നുള്ളതാണ് പൊതുവേ ഉള്ള നമ്മളുടെ രീതി. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ആ 10 മണിയുടെ ക്യാൻഡിൽ 290 വന്ന് നിൽക്കുന്നത്. അത് നമ്മുടെ പ്ലാൻ എ ആണ്. പ്ലാൻ ബി എന്താണെന്നുള്ളത് അത് ഡൗണിലേക്ക് 286 താഴത്തോട്ട് പോയാൽ മാത്രം നമ്മൾ പ്ലാൻ ബി ആയിട്ടുള്ള പിയിലേക്ക് പോയാൽ മതി. കുറച്ച് ആളുകളുടെയും കൂടെ ഒരു മൂവ്മെൻറ്റ് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരു ബ്രേക്കൗട്ട് ആയി എന്നും പറഞ്ഞിട്ട് നമ്മൾ സന്തോഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊരു ഫേക്ക് ബ്രേക്കൗട്ടാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഈ ബ്രേക്കൗട്ടൊന്നും ഒരു ബ്രേക്കൗട്ട് ആവാൻ ചാൻസ് ഇല്ല. ഒരു 100 പോയിൻ്റൊക്കെ 50 പോയിൻ്റൊക്കെ സിംഗിൾ ക്യാൻഡിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും. ഇനിയിപ്പോൾ സിയില് നിലവിലുള്ള മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 195 താഴത്തോട്ട് 165 ആണ് അടുത്ത സപ്പോർട്ട് ലെവൽ പറഞ്ഞിരിക്കണേ. ആ 165 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മാർക്കറ്റ് PE ഫാൾ ആയാലാണ് അത് പിന്നെ 127ലേക്ക് ഫാൾ ആവുള്ളൂ. അപ്പോൾ അവിടെ 165 ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. ഇനി 165 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകണം. അപ്പോൾ നമ്മളുടേത് 1/3 ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 മണിയോടുകൂടി 290ലേക്ക് എത്തുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് ടാർഗറ്റ്. ഇപ്പോൾ ഓൾറെഡി 186 200 നിന്നാണല്ലോ എടുത്താലും 230 പോയിൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് 186 എന്നുള്ള റിവേഴ്സാണ് നമ്മൾ പറഞ്ഞത്. 186 190 എടുത്താലും ആവശ്യത്തിന് പോയിൻ്റ് ആയിട്ടുണ്ട്, 200 എടുത്താലും ആവശ്യത്തിന് പോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിയിൽ 165 മാർക്കറ്റ് ആദ്യത്തെ ഒരു റിജക്ഷൻ കൊടുത്തിരിക്കണേ. അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് 165 PE ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല ഡംപ് 82 ഭാഗത്തേക്കുള്ള സ്പേസാണ് കിടക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 195 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ 165 വരെ. ആ 165 റിജക്ഷൻ ആയതിൻ്റെയാണ് സി ഇപ്പോൾ 250 ഭാഗത്ത് റിജക്ഷൻ ആയത്. ഇനി അഗെയിൻ 165 ബ്രേക്ക് ചെയ്ത് PE താഴത്തോട്ട് വന്നാൽ അഗെയിൻ CE നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് 290ലേക്ക് പോകും. ഇപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് നമുക്ക് അവിടെ റിജക്ഷൻ ഉണ്ടെന്ന് അറിയാം. അതായത് നോർമൽ ചാർട്ട് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിലവിലുള്ള 238 അല്ലെങ്കിൽ 241 റിജക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഡബിൾ ചാർട്ട് ഉള്ളത് കൊണ്ടാണ് 195 തൊട്ട് 165 വരെയുള്ള ഇൻ ബിറ്റ്വീൻ സ്പേസാണ് 30 പോയിൻ്റ് നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ അവിടെ നമ്മൾ റിജക്ഷൻ അടിക്കുമ്പോൾ എന്താ, അവിടെ ഒന്നെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ അവിടെ മെജോറിറ്റി പോർഷൻ മാറാം, പിന്നെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാറാം,
അല്ലെങ്കിൽ മെജോറിറ്റി പോർഷൻ അവിടെ കൊടുക്കാം, ബാക്കിയുള്ളത് 21 പോയിന്റിലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. ആദ്യത്തെ ഒരു റിജക്ഷൻ ആയെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും 10 മണി വരെ സമയമുണ്ടല്ലോ, ഇനിയുണ്ട് 3 ക്യാൻഡിൽ. കാരണം ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഒരുപാട് ക്യാൻഡിലുകൾ സ്ട്രഗിൾ ചെയ്താണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ചെറിയൊരു റെസ്പെക്റ്റ് എന്തായാലും കാണും. ഇനി ആ നിലവിലത്തെ ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് 290ലേക്ക് നോക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ ടാർഗറ്റ് ഓൾറെഡി മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 24 SMA അതായത് 24,360 കൺസോൾട്ടേഷൻ സോൺ ഓൾറെഡി നമ്മൾ ഒരു ടാർഗറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 24,385. അപ്പോൾ ഇൻഡെക്സ് ചാർട്ടിൽ 24,385 വന്നു. 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ SMAയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 24,460ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോകും.